സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആവുകയും ഫ്രിസിനെസ് കൂടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് പാർലറിൽ പോയി സ്പാ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ ഒരു ടൈം ഗ്യാപ്പിൽ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യും. ഈ ഒരു ചെമ്പരത്തി എൻ്റെ വീട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ തണ്ട് കളഞ്ഞിട്ട് റെഡ് മാത്രം ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് ഞാൻ കൈ വെച്ചൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഡേ നമുക്കിതെടുക്കുന്നതിന് മുമ്പ് അലോവേര വേണം. അതും വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് ആവശ്യമുള്ളൊരു സ്ട്രാൻഡ് പോയി എടുത്തു. ചെമ്പരത്തിയും വെള്ളമാണെങ്കിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമുക്കൊരു കോമ്പ് വേണം. നമ്മൾ ഹെയറിലേക്ക് യൂസ് ചെയ്യാത്ത കോമ്പാണെങ്കിൽ നല്ലതായിരിക്കും. പഴയ കോമ്പൊക്കെ ആണെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. എന്നിട്ട് ഇതേപോലെ അലോവേര കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചീകി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങ് പോരും. അതിലേക്ക് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഒരേപോലെ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ടാണ്. വീക്ക്ലി ട്വൈസ് ചെയ്താൽ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.